ഇന്നെൻ്റെ തൊണ്ടയുടെ സ്ഥിതി കുറച്ച് മോശമാണ്. അതുകൊണ്ട് യുണൈറ്റഡിൻ്റെ മറ്റുള്ള ടീമുകളുടെയൊക്കെ ന്യൂസെല്ലാം കൂടെ ഒറ്റ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുകയാണ്. എല്ലാവരും സഹകരിക്കുക. ഒരു സെക്കൻഡ്. ഞാൻ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയപ്പോഴത്തേന് പെട്ടെന്ന് ട്വിറ്ററിലൊരു അപ്ഡേറ്റ് കണ്ട് യുണൈറ്റഡുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു മസറാവിയുടെ ഡീലുണ്ടല്ലോ, അത് ഏകദേശം ഫൈനലൈസ് ആയി. വെർബലി ആ ഒരു എഗ്രിമെൻറ്റ് ബയേണുമായിട്ട് യുണൈറ്റഡ് ആയി, ഫീയുടെ കാര്യത്തിലായി എന്നുള്ള രീതിയിൽ പെട്ടെന്ന് ഇപ്പം ട്വിറ്ററിലൊക്കെ ട്രെൻഡ് ചെയ്യുന്നുണ്ട് പുതിയൊരു ന്യൂസ്. അപ്പോൾ അത് റിപ്പോർട്ട് ചെയ്യുന്നത് ഫുഡ് മെർക്കാറ്റോ എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് മീഡിയയാണ്. അതുകൊണ്ട് തന്നെ ഇത് എന്തുമാത്രം ക്രെഡിബിൾ ആണെന്ന് എനിക്കറിയത്തില്ല. ഫബ്രീസിയോ റൊമാനോ അല്ലെങ്കിൽ ഡേവിഡ് ഓൺസിൻ ഇങ്ങനത്തെ ആൾക്കാരൊന്നും ഇതിനോട് റിയാക്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇത് ശരിയാണോ അല്ലയോ എന്നുള്ള കാര്യം നമ്മൾ കുറച്ച് വരും മണിക്കൂറുകളിൽ മാത്രമേ നമുക്കറിയാൻ പറ്റത്തുള്ളൂ. പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു റിപ്പോർട്ട് കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് റിയാക്ട് ചെയ്തതാണ്. അപ്പം ചൊവ്വാഴ്ചയോടെ ആ ഒരു മെഡിക്കലും കാര്യങ്ങളൊക്കെ നടക്കും. എത്രയും വേഗം പ്രൈവറ്റ് ജെറ്റ് പിടിച്ച് പുള്ളി മാഞ്ചസ്റ്ററിലെത്തും എന്നൊക്കെയാണ് ആ ഒരു ഫ്രഞ്ച് മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം ബാക്കി അപ്ഡേറ്റ്സിനൊക്കെ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ യുണൈറ്റഡിൻ്റെ കാര്യത്തിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് എല്ലാവർക്കും അറിയാം യുണൈറ്റഡിൻ്റെ മുന്നോട്ടുള്ള യുണൈറ്റഡിൻ്റെ ടാർഗറ്റ്സിൻ്റെ പിക്ചർ ശരിക്കും നല്ല രീതിയിൽ ക്ലിയർ ആകുന്നുണ്ട്. ഡിഫൻസിൽ മസ്റാവി, അതുപോലെ തന്നെ ഡിലിറ്റ്, പിന്നെ മിഡ്ഫീൽഡിൽ ഉഗാർത്തെ. ഈ 3 സൈനിങ്സ് ആണ് നമ്മുടെ പ്രയോറിറ്റി എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ട്, ആ ഒരു ക്ലാരിറ്റി ഉണ്ട്. അപ്പം ഇന്നലെ വന്നൊരു ന്യൂസ് എന്താ വെച്ചാൽ നമ്മൾ യുണൈറ്റഡ്, നമുക്കെല്ലാവർക്കും അറിയാം ഡിലിറ്റ്, മസറാവി, ഇവർ രണ്ടുപേരും ബയണിന് വേണ്ടി ഒരേ ടീമിന് വേണ്ടി കളിക്കുന്ന പ്ലെയേഴ്സാണ്. ഇവർ രണ്ടുപേരുമായിട്ട് യുണൈറ്റഡ് ആ ഒരു പേഴ്സണൽ ടേംസൊക്കെ എഗ്രി ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല ഇവരുടെ ഏജൻസ് ആണെങ്കിലും രണ്ടുപേരുടെ ഏജൻസും റാഫേല പിമെൻ്റെയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നെഗോസിയേഷൻസ് കുറച്ചുകൂടി എളുപ്പമാണ്. രണ്ട് പേരും ഇങ്ങോട്ട് വരാനും താല്പര്യം പ്രകടിപ്പിക്കുന്നുമുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥിതി ആയതുകൊണ്ട് തന്നെ ഇവർക്ക് രണ്ടുപേർക്കും വേണ്ടി ഒരു കമ്പൈൻഡ് ഡീൽ എന്നുള്ള രീതിയിൽ യുണൈറ്റഡ് ഒരു ഡീല് മുന്നോട്ട് ഇന്നലെ വെച്ചു. അപ്പോൾ ആ ഒരു ഡീല് അല്ലെങ്കിൽ ആ ഒരു ബിഡ് ബയൺ എന്നപ്പം തന്നെ റിജക്റ്റ് ചെയ്തു. ബയണിൻ്റെ ഒരു എക്സ്പെക്റ്റഡ് പ്രൈസ് എന്ന് പറയുന്ന ആ ഒരു കമ്പൈൻഡ് ഡീലിനെ സംബന്ധിച്ച് ഇവർക്ക് രണ്ടുപേർക്കും കൂടെ കൂട്ടി ഒരു പ്രൈസ് ബയൺ ഇട്ടിരിക്കുന്നത് 55 മില്യൺ പൗണ്ട്സാണ്. അത്രയും കൊടുത്തു കഴിഞ്ഞാൽ ബയൺ വിട്ടുതരും. അപ്പം എക്സാക്ട്ലി യുണൈറ്റഡ് എത്ര ബിഡാണ്, എന്തുമാത്രം ബിഡാണ് മേക്ക് ചെയ്തതെന്നുള്ളതിനെക്കുറിച്ച് അത്രയ്ക്ക് ഞാൻ റിപ്പോർട്ടൊന്നും കണ്ടില്ല. 55 മില്യൺ പൗണ്ട്സാണ് ബയണിൻ്റെ എക്സ്പെക്റ്റേഷൻ. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഇനിയിപ്പോൾ നെഗോസിയേഷൻ നടക്കും. എന്താണെങ്കിലും ഡീൽ നടത്തിയെടുക്കാൻ യുണൈറ്റഡ് മാക്സിമം കടന്ന് കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ യുണൈറ്റഡിനെ കൊണ്ട് ആ ഒരു 55 മില്യൺ പൗണ്ട്സിൻ്റെ ആ ഒരു പ്രൈസിലേക്ക് എത്തിക്കാൻ വേണ്ടി ബയണിൻ്റെതായ ടാക്ടിക്സ് കളിക്കുന്നുണ്ട്. ബയണിൻ്റെ ഭാഗത്തുനിന്ന് അവരുടെ വളരെ സ്കൈ ജർമ്മനി എന്നൊക്കെ റിപ്പോർട്ട്സ് പുറത്ത് വിടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബയൺ ഫാൻസിൻ്റെ പെറ്റീഷൻ, ആ ഒരു ഡിലിറ്റിനെ വിടരുത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു ബയൺ ഫാൻസിൻ്റെ പെറ്റീഷൻ, ഓൺലൈൻ പെറ്റീഷൻ ഇപ്പോൾ ഓൾമോസ്റ്റ് 71,000 കടന്നിട്ടുണ്ട് എന്നുള്ള രീതിയിൽ സ്കൈ ജർമ്മനിയുടെ ഫ്ലോറിയൻ പ്ലറ്റൻബർഗ് ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രഷർ ടാക്ടിക്സ് ആയിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. കാരണം മാക്സിമം കാശ് യുണൈറ്റഡിൽ നിന്ന് മേടിച്ചെടുക്കുക. അപ്പോൾ അല്ലാതെ ബയൺ ഈ ഒരു പ്ലെയറിനെ വിൽക്കാൻ താല്പര്യമില്ലാഞ്ഞിട്ടൊന്നുമല്ല. അപ്പം ബയൺ ആ ഒരു എക്സാക്ട് ഫിഗർ, അവർ ഉദ്ദേശിക്കുന്ന ഫിഗർ അല്ലെങ്കിൽ അതിനോട് അപ്രോക്സിമേറ്റ്ലി മാച്ചിങ് ആയിട്ടുള്ള ഫിഗർ യുണൈറ്റഡ് മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബയൺ പ്ലെയറിനെ റിലീസ് ചെയ്യും, യുണൈറ്റഡിനെ സെല്ല് ചെയ്യും എന്ന് തന്നെയാണ് ഇപ്പോഴത്തെയും എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഇങ്ങനത്തെ ടാക്ടിക്സും കാര്യങ്ങൾ രണ്ട് ടീമുകളും അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചിട്ടൊരു മിഡിൽ ഗ്രൗണ്ടിൽ എത്തി ഒരു ഡീല് ഫൈനലൈസ് ചെയ്യും എന്ന് തന്നെയാണ് എൻ്റെ ഒരു ഇത്. ബയൺ ഏതായാലും ജൊനാഥൻ താ തന്നെയാണ് അവരുടെ പ്രയോറിറ്റി. ജൊനാഥൻ തായെ സൈൻ ചെയ്യാൻ വേണ്ടിയുള്ള ആ ഒരു കാര്യത്തിൽ അവർ ഉറച്ച് നിൽക്കുകയാണ്. അപ്പം ഡിലിറ്റ് പോയാൽ മാത്രമേ അവർക്ക് ആ ഒരു സൈനിങ് നടത്താൻ പറ്റത്തുള്ളൂ. അപ്പം ഡിലിറ്റ് ഇവിടുന്ന് പോകും, ജൊനാഥൻ താ ബയണിൽ വരികയും ചെയ്യും. ഇതാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ. പിന്നെ നമുക്ക് യുണൈറ്റഡിലെ ഒരു ഔട്ട് ഗോയിങ്സിൻ്റെ കാര്യമൊക്കെ നോക്കിയാൽ ആരോൺ വാൻ ബിസാക്കയുടെ ആ ഒരു ഡീൽ ഇതുവരെയായിട്ടും ഫൈനലൈസ് ചെയ്തിട്ടില്ല. യുണൈറ്റഡിൻ്റെ ആ ഒരു 15 മില്യൺ പൗണ്ട്സ് എന്ന് പറയുന്ന ആ ഒരു പ്രൈസ് വെസ്റ്റ് ഹാം ഇതുവരെയായിട്ട് മീറ്റ് ചെയ്യാൻ തയ്യാറായിട്ടില്ല. അവിടെ ഒരു മിഡിൽ ഗ്രൗണ്ടിന് വേണ്ടി യുണൈറ്റഡ് ശ്രമിക്കും. യുണൈറ്റഡും വെസ്റ്റ് ഹാമും കൂടെ ശ്രമിക്കും എന്നാൽ മാത്രമേ ആ ഒരു ഡീൽ നടക്കത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മളിപ്പം യുണൈറ്റഡിൻ്റെ ഭാഗത്ത് ഇപ്പോൾ ബയൺ ആ ഒരു അപ്പം ബയൺ യുണൈറ്റഡുമായിട്ടുള്ള ആ ഒരു ഗെയിമിൽ ബയണിൻ്റെ പ്രഷർ ടാക്ടിക്സ് പോലെ തന്നെ യുണൈറ്റഡും പ്രഷർ ടാക്ടിക്സ് കളിക്കുന്നുണ്ട്. അപ്പം കഴിഞ്ഞ ദിവസം വന്നൊരു വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർ മിലാൻ ഈ ഒരു വാൻ ബിസാക്കയുടെ ഡീൽ ഹൈജാക്ക് ചെയ്യും എന്നുള്ള രീതിയിൽ അത്ര ക്രെഡിബിൾ അല്ലാത്ത സോഴ്സിൽ നിന്നൊക്കെ റിപ്പോർട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് യുണൈറ്റഡിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രഷർ ടാക്ടിക്സ് ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അങ്ങനെ പല ടീമുകൾ പല രീതിയിൽ പ്രഷർ ടാക്ടിക്സും കാര്യങ്ങളൊക്കെ നടക്കുന്ന ആ ഒരു എന്താണെങ്കിലും ആരോൺ വാൻ ബിസാക്കയുടെ കാര്യത്തിൽ യുണൈറ്റഡ് ആ ഒരു വിട്ടുവീഴ്ച നടത്തും. അവിടെ ആ ഒരു ബയൺ ആണെങ്കിലും ഡിലിറ്റിൻ്റെ കാര്യത്തിൽ ബയണും യുണൈറ്റഡും കൂടെ ആ ഒരു കോമൺ ഗ്രൗണ്ട് ഫൈൻഡ് ചെയ്യും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അത് മാത്രമല്ല മക്ടോമിനയ്ക്ക് വേണ്ടിയുള്ള ആ ഒരു നെഗോസിയേഷനും ഫുൾഹാമുമായിട്ട് നടക്കുന്നുണ്ട്. ഫുൾഹാം അവിടെ ആർസനലിന് എമിൽ സ്മിത്ത് റോയ്ക്ക് വേണ്ടി 34 മില്യൺ കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ ഈ ചെറുക്കിന് വേണ്ടി അറ്റ്ലീസ്റ്റ് ഒരു 25 മില്യണെങ്കിലും താഴെ 25 മില്യൺ തന്നു കഴിഞ്ഞാൽ 25 മില്യൺ പ്ലസ് ആഡോൺസ് കൊടുത്തു കഴിഞ്ഞാൽ മക്ടോമിനെ വിട്ടുകൊടുക്കും. അപ്പം അങ്ങനെ ആ ഒരു മക്ടോമിനെ അവിടുന്ന് പോന്നു, ആരോൺ വാൻ ബിസാക്ക പോന്നു. അത് കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് മസറ
മസ്റാവി ഡിലിറ്റ് ഇവരെ രണ്ടുപേരെയും പെർമനൻ്റായിട്ട് സൈൻ ചെയ്യും. ഉഗാർത്തെ ലോണിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് യുണൈറ്റഡ് ശ്രമിക്കുന്നത്. അപ്പം ഇത്രയും ഡീൽസിൻ്റെ മണ്ടയ്ക്കാണ് യുണൈറ്റഡ് ഇപ്പം ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്രയും വേഗം പ്ലേയേഴ്സ് വരും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. പിന്നെ ബാക്കിയുള്ള ടീമുകളുടെ ന്യൂസൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം മാൻ സിറ്റിയുടെ കാര്യം തന്നെ നോക്കി. മാൻ സിറ്റിയിൽ ശരി പറഞ്ഞാൽ ഒരു പ്ലെയറിന് അവിടെ നിൽക്കാൻ താല്പര്യമില്ലെങ്കിൽ, ഗ്വാർഡിയോളയൊക്കെ പറയുന്ന ആ ഒരു പ്ലെയറിന് അവിടെ നിൽക്കാൻ താല്പര്യമില്ലെങ്കിൽ അവർ വിൽക്കാൻ തയ്യാറാകും. റൈറ്റ് എമൗണ്ട് ആ ഒരു ക്ലബിൻ്റെ വാലുവേഷൻ വേറൊരു ക്ലബ്ബ് മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണെങ്കിലും വിൽക്കാൻ തയ്യാറാകും എന്നാണ് ആ സിറ്റിയുടെയും അതുപോലെ തന്നെ പെപ് ഗ്വാർഡിയോളയൊക്കെ ഫിലോസഫി അത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇപ്പം റീസെൻ്റായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഒരു സിറ്റിയിൽ ഹൂലിയൻ അൽവാരസ് അവിടുത്തെ ഒരു സ്ഥിരം സ്റ്റാർട്ടറായിട്ടുള്ള ഒരു പ്ലെയർ അല്ല. അപ്പോൾ ആ ഒരു ഹാലൻഡ് മോണക്കത്തെ ഒരു പ്ലെയർ അവിടെ ഉള്ളത് കൊണ്ട് തന്നെ പുള്ളിയുടെ ഒരു അണ്ടർ സ്റ്റഡി ആയിട്ടാണ് സിറ്റി ഈ ഒരു ഹൂലിയൻ അൽവാരസിനെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളി അത്ര തൃപ്തനല്ല. 24 വയസ്സായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളി ഈ ഒരു പ്രായത്തിൽ പുള്ളി കണ്ടിന്യൂസ് ആയിട്ട് ഏതെങ്കിലും ഒരു ടീമിൻ്റെ ലോകത്തിൽ നമ്മൾ നോക്കിയാൽ സിറ്റി റയൽ അല്ലാതെ ഏത് ടീമിൽ ചെന്നാലും പുള്ളി കണ്ണും പൂട്ടി സ്റ്റാർട്ട് ചെയ്യും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അങ്ങനത്തെ ഒരു പ്ലെയർ എന്താണേലും സ്റ്റാർട്ടിംഗ് പൊസിഷൻ ഡിമാൻഡ് ചെയ്യുന്നതിൽ നമുക്ക് ആർക്കും ആ ഒരു പ്ലെയറിനെ കുറ്റം പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ അപ്പോൾ ആ ഒരു പ്ലെയർ അങ്ങനത്തെ ആ ഒരു സ്റ്റാർട്ടിംഗ് പൊസിഷൻ വേണം എന്നുള്ള കാര്യം അവിടെ എക്സ്പ്ലോസ് ചെയ്തു. അവർക്ക് അവരുടേതായ പ്ലാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്ലെയറിനെ ഇപ്പം സെല്ല് ചെയ്യാനായിട്ട് റൈറ്റ് ഓഫർ വന്നു കഴിഞ്ഞാൽ സിറ്റി സെല്ല് ചെയ്യാൻ തയ്യാറാണ്. ഇപ്പം അത്ലറ്റിക്കോ മാഡ്രിഡ് ഭയങ്കരമായിട്ട് ലിങ്ക് ചെയ്യുന്നുണ്ട് ഈ ഒരു ഹൂലിയൻ അൽവാരസുമായിട്ട്. അപ്പം ഹൂലിയൻ അൽവാരസ് ശരിക്കും പറഞ്ഞാൽ പുള്ളിയുടെ പ്രിഫറൻസും അത്ലറ്റിക്കോ മാഡ്രിഡ് ആണെന്ന് പറയുന്നു. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നുഴഞ്ഞു കയറി PSG ഒരു സൈഡിൽ നിന്ന് വരുന്നുണ്ട്. പക്ഷേ അത്ലറ്റിക്കോ മാഡ്രിഡിനുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ കോച്ച് സിമിയോണി അർജൻറ്റീനക്കാരനാണ്. സിമിയോണിയുടെ മോനും പുള്ളിയും കൂടെ ഇപ്പോൾ ഒളിമ്പിക്സിൽ ഒരുമിച്ച് അർജൻറ്റീന റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറേ ല്യൂറിങ് ഫാക്ടർ ഈ ഒരു ഹൂലിയൻ അൽവാരസിനെ സംബന്ധിച്ച് അത്ലറ്റിക്കോ മാഡ്രിഡുമായിട്ടുണ്ട്. പിന്നെ സ്പെയിനിൽ കളിക്കാം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുള്ളത് കൊണ്ട് അത്ലറ്റിക്കോ മാഡ്രിഡിലോട്ട് പോകാനുള്ള ചാൻസാണ് കൂടുതൽ എന്ന് പറയുന്നു. പക്ഷേ PSG ഇതിൻ്റെ ഇടയ്ക്ക് കളിക്കുമ്പോഴത്തേനും കാശിൻ്റെ കാര്യം വരുമ്പോഴത്തേനും PSG വെല്ലാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം മാൻ സിറ്റിക്ക് 60 മില്യൺ യൂറോസ് ഒന്നും കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനീഷ്യലി ഇപ്പം പറയുന്നത് 60 മില്യൺ യൂറോസിന് അത്ലറ്റിക്കോ മാഡ്രിഡ് സൈൻ ചെയ്യുമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ 60 മില്യൺ യൂറോസിനൊന്നും സിറ്റി വിൽക്കത്തില്ല. സിറ്റിയുടെ ഒരു വാലുവേഷൻ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നൊരു 60 മില്യൺ പൗണ്ട്സ് ഇനീഷ്യൽ പ്ലസ് 17 മില്യൺ ആഡ് ഓൺസ്, ഓൾമോസ്റ്റ് ഒരു 77 മില്യൺ പൗണ്ട്സിൻ്റെ വാലുവേഷനാണ് സിറ്റി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. 60 മില്യൺ യൂറോസിനൊന്നും വിൽക്കുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ കാശിൻ്റെ കരുത്ത് നോക്കിയാൽ എന്താണെങ്കിലും PSG ഒരിക്കലും അത്ലറ്റിക്കോ മാഡ്രിഡിന് മുട്ടാൻ പറ്റത്തില്ല. പക്ഷേ ഇങ്ങനത്തെ കുറച്ച് ല്യൂറിങ് ഫാക്ടർ അല്ലെങ്കിൽ അങ്ങോട്ട് പുള്ളിയുടെ ഹെഡ് ടേൺ ചെയ്യാനുള്ള കുറച്ച് ഫാക്ടേഴ്സ് അവിടെ അത്ലറ്റിക്കോ മാഡ്രിഡിലുണ്ട്. അതുകൊണ്ട് അത്ലറ്റിക്കോ മാഡ്രിഡ് മുന്നിലാണെന്ന് പറയുന്നത്. ഇപ്പോൾ അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ സോഴ്സ് പറയുന്നത് അത്ലറ്റിക്കോ മാഡ്രിഡാണ് പുള്ളിയുടെ പ്രിഫറൻസ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ PSG പറയുന്നത് ഞങ്ങളുടെ പ്രിഫറൻസ് അല്ല, ഈ ഒരു ഹൂലിയൻ അൽവാരസിൻ്റെയും ഏജൻറ്റിൻ്റെയൊക്കെ പ്രിഫറൻസ് ഞങ്ങളാണ്. അതുകൊണ്ടാണ് ഞങ്ങളോട് സംസാരിക്കാൻ വേണ്ടി ഈ ഒരു ഫ്രാൻസിലോട്ട് ഏജൻറ്റ് ഇപ്പം വന്നിരിക്കുന്നത് എന്നുള്ള രീതിയിൽ മറ്റേ PSG പറയുന്നുണ്ട്. പക്ഷേ അപ്പുറത്തെ സൈഡിൽ അത്ലറ്റിക്കോ മാഡ്രിഡിനെ നോക്കി അവർ പറയുന്നത് PSG ഇൻട്രസ്റ്റിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം പോകുന്നതാണ്, നന്ദി പറയാൻ വേണ്ടി മാത്രമാണെന്നാണ് സ്പെയിനിൽ നിന്ന് ആ ഒരു അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ ഭാഗത്തു നിന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ആ ഒരു കളി നടക്കുന്നു. പക്ഷേ ഹൂലിയൻ അൽവാരസിൻ്റെ ഒരു ഹൂലിയൻ അൽവാരസിന് പോകാൻ പറ്റിയ ഒരു ടീമായിട്ട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് ബാർസലോണയാണ്. ബാർസലോണയ്ക്ക് ഹൂലിയൻ അൽവാരസിനെ പോണക്കത്തെ ഒരു പ്ലെയറിനെ വേണം. അവിടെ ലെവൻഡോസ്കി ഏജിങ് ആണ്. ലെവൻഡോസ്കിയെ റീപ്ലേസ് ചെയ്യാൻ കൊടുക്കുന്ന വിക്ടർ റോക്കയുടെ അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഹൂലിയൻ അൽവാരസ് പോണക്കത്തെ ഒരു പ്ലെയർ എന്ന് പറയുന്നത് പെർഫെക്റ്റ് ആയിരിക്കും ബാർസലോണയെ സംബന്ധിച്ച്. പക്ഷേ ബാർസലോണ ആ ഒരു ഹൂലിയൻ അൽവാരസുമായിട്ട് യാതൊരു രീതിയിലും ലിങ്ക് ചെയ്യുന്നില്ല. അവർ യാതൊരു എഫേർട്ടും എടുക്കുന്നില്ല ആ ഒരു ഹൂലിയൻ അൽവാരസിനെ സൈൻ ചെയ്യാൻ വേണ്ടി. അപ്പോൾ അവർ എടുക്കുന്ന എഫേർട്ട് മുഴുവൻ ഡാനി ഓൾമോ എന്ന് പറയുന്ന ആ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറിനെ സൈൻ ചെയ്യാൻ വേണ്ടി. അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് നോക്കിയാൽ ബാർസയ്ക്ക് ഇഷ്ടം പോലെ ഉണ്ട്. യാതൊരു ബോധം കുറച്ചെങ്കിലും ഒരു സാമാന്യ ബോധം ഉണ്ടെങ്കിലുള്ള ഒരിക്കലും ഡാനി ഓൾമോടെ പുറകെ പോകത്തില്ല. അവർക്ക് നിക്കോ വില്യംസിനെ കൺവിൻസ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി പറ്റിയില്ല. അല്ലെങ്കിൽ ചേട്ടൻ പറഞ്ഞു അവിടെ അതൊക്കെ പോട്ടെ, അത് വിട്. അപ്പം നിക്കോ വില്യംസിനെ കൺവിൻസ് ചെയ്ത് ഇങ്ങോട്ട് ബാർസയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റിയില്ല. എന്നിട്ട് അതുകൊണ്ട് വാശിപ്പുറത്ത് ഡാനി ഓൾമോയെ സൈൻ ചെയ്യുക. കൊടുക്കേണ്ട നമ്മുടെ ഡെക്കോയും ലപ്പോട്ടയും കൂടെ തോന്നിവാസമാണ് നടക്കുന്നത്. ലപ്പോട്ട ഇതിനകത്ത് ഇൻവോൾവ് ആകുന്നു. ഡെക്കോയുടെ കാര്യത്തിൽ ലപ്പോട്ട ചുമ്മാ കൈ കടത്തുന്നുണ്ട്. ഡെക്കോ ആണെങ്കിലും ഒരു പെർഫെക്റ്റ് ഒരു സ്പോർട്ടിംഗ് ഡയറക്ടർ, ബാർസലോണ പോണക്കത്തെ ഒരു ടീമിൻ്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായിട്ട് തുടരാൻ ഒരിക്കലും യോഗ്യനായിട്ടുള്ള ഒരു മനുഷ്യനല്ല. എത്രയും പെട്ടെന്ന് പണ്ടത്തെ ആ ഒരു അലമാനിയെ കൊണ്ടിരുന്നത് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ തോന്നിയവാസം സൈനിങ് ഇങ്ങനത്തെ ഡാനി ഓൾമോയുടെ സൈനിങ് നടത്തേണ്ട യാതൊരു കാര്യമില്ല. ഇപ്പോൾ 55 മില്യൺ യൂറോസ് റിജക്റ്റ് ചെയ്ത് ഇനി 60 മില്യന് പോകേണ്ടി വരും. 60 മില്യൺ അപ്പ് ഫ്രണ്ട് പേ ചെയ്യാൻ അല്ലെങ്കിൽ ഗ്യാരണ്ടി ആയിട്ട് പേ ചെയ്യാനാണ് പറയുന്നത് RB ലൈപ്സിക്ക്.
അപ്പോൾ അത്രയും വാല്യൂ കൊടുത്ത് ഡാനി ഓൾമായി കൊണ്ടുവരേണ്ട കാര്യമുണ്ടോ? അതിനുള്ള പ്ലെയർ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ബാർസയിൽ തന്നെ ഉണ്ട് ഫിർമിൻ ലോപ്പസ്, ഇപ്പം അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ഫിർമിൻ ലോപ്പസ്, ഗുണ്ടോഗൻ ഈ ഒരു ബാർസ ടീമിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലെയേഴ്സ്. ഗുണ്ടോഗന് തൊട്ട് പുറകെ ഫിർമിൻ ലോപ്പസ് എന്ന് പറയുന്ന പ്ലെയർ ഉണ്ട്. കഴിഞ്ഞ ദിവസം ഇന്നലെ ജപ്പാനെതിരെ കളിച്ച ഫിർമിൻ ലോപ്പസ് ഉണ്ടല്ലോ, ആ ഒരു മാച്ചിൽ 2 ബാങ്ങർ ഗോളുകളാണ് ഔട്ട്സൈഡ് ദ ബോക്സ് സ്കോർ ചെയ്ത്. ആ ഒരു കളിയിൽ ഏറ്റവും കൂടുതൽ ഡ്രിബിൾസ്, ഏറ്റവും പാസ് ആക്യുറസി, ഏറ്റവും കൂടുതൽ ഷോട്ട് ഓൺ ടാർഗറ്റ്. അപ്പോൾ അങ്ങനെ എല്ലാ ആസ്പെക്റ്റിലും, അറ്റാക്കിംഗ് ആസ്പെക്റ്റിലും അതുപോലെ തന്നെ ഡ്യുവൽസ് 1 ഒക്കെ നോക്കിയാൽ എല്ലാത്തിലും ഈ ഒരു ഫെർമിൻ ലോപ്പസ് ആയിരുന്നു ഏറ്റവും ബെറ്റർ. അപ്പോൾ അത്രയ്ക്കും ബെറ്റർ ആയിട്ടുള്ള അങ്ങനത്തെ ഒരു പ്ലെയർ യങ്സ്റ്റർ അവിടെ വളർന്നു വരുമ്പോഴത്തേനും ഡാനി ഓൾമോയെ കൊണ്ട് ആ യങ്സ്റ്ററിൻ്റെ ഭാവി തകരും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഒരു ക്ലബിന്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് ഒരു ഓരോ പൊസിഷനെ അഡ്രസ്സ് ചെയ്യേണ്ടത്. അപ്പോൾ ബാർസയുടെ പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ പ്യോർ ഒരു ലെഫ്റ്റ് വിങ്ങറിനെ കൊണ്ടുവരികയാണെങ്കിൽ കുഴപ്പമില്ല. പ്യോർ ഒരു ലെഫ്റ്റ് വിങ്ങർ അല്ലെങ്കിൽ ലെവൻഡോസ്കിയെ റീപ്ലേസ് ചെയ്യാനൊരു പ്ലെയർ, പിന്നെ മിഡ്ഫീൽഡ്. ഇപ്പോൾ ഇങ്ങനത്തെ പ്രയോറിറ്റീസാണ് ബാർസയിൽ ശരിക്കും വേണ്ടത്. പക്ഷേ തോന്നിയവാസമാണ് സൈൻ ചെയ്യുന്നത്. ഇപ്പോൾ ഈ രീതിയിൽ സൈൻ ചെയ്ത് ചുമ്മാ ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടുക. അതേ ഞങ്ങൾ യൂറോസിൽ ഏറ്റവും നന്നായിട്ട് സ്പെയിനിന് വേണ്ടി പെർഫോം ചെയ്ത പ്ലെയറിനെ കൊണ്ടിരുന്നു, മറ്റവൻ പോയ പോട്ട്. ഇങ്ങനെയൊക്കെ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ക്ലബ്ബ് രക്ഷപ്പെടും? അതുകൊണ്ട് തന്നെ ഈ ലപ്പോട്ട ഒന്നാമത്തെ കാര്യം സ്പോർട്ടിംഗ് ഡിസിഷനിൽ ഇടപെടൽ നിർത്തണം. അതുപോലെ തന്നെ ഡെക്കോയെ എത്രയും വേഗം അടിച്ച് ക്ലബ്ബിൽ നിന്ന് പുറത്താക്കണം. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് വീഡിയോയിൽ പറയാനുള്ളത്. ഇപ്പം തന്നെ എൻ്റെ തൊണ്ടയുടെ സ്ഥിതി ഒരു പരുവായി. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചെന്നം പിന്നം കമൻസ് ആയിട്ട് ഇടുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം.